എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു ലഞ്ച് കോംബോ ആയിട്ടാണ്. ഇത് ചെയ്യാനും 30 to 45 മിനിറ്റ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന തേങ്ങാ ചമ്മന്തിയാണ്. അതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ, 1 മുളക്, കുറച്ച് കറിവേപ്പില, 4 കൊച്ചുള്ളി, കുറച്ച് ഉപ്പ്. മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച ശേഷം ഇത് അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരു 2 to 3 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോവും. അപ്പോഴത്തേക്കും നമുക്കിതിനെ ഇറക്കി വെക്കാവുന്നതാണ്. അങ്ങനെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 നുള്ളു കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇത് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എങ്കിൽ മാത്രമേ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇതുപോലെ സ്പൂൺ യൂസ് ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 മുളക്, പകുതി സവാള, പകുതി ക്യാബേജ്, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പുപൊടി, കുറച്ച് തേങ്ങ ചിരകിയത്. ഇനി നമ്മൾ ചോപ്പർ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പർ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ക്യാബേജ് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ സവാള ഇതിലിട്ട് ചോപ്പ് ചെയ്ത് എടുത്തായിരുന്നു. പിന്നെ നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് വറുത്ത ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും ഉള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാനിതിൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് അരിഞ്ഞിട്ടാലും മതിയാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വയ്ക്കാം. ഉഴുന്നുപരിപ്പ് ആദ്യം കടുക് വറുക്കുന്ന ആ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ഇട്ടെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ഇട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങയില്ലാത്തൊരു ചമ്മന്തിയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ളത് കൊച്ചുള്ളി, 1 പച്ചമുളക്, കുറച്ച് ഉപ്പ്, പുളി, 2 വറ്റൽമുളക്. നമുക്ക് ആദ്യം എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഉള്ളി 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ചെറുതാക്കണമെന്നില്ല, നേർപകുതിയാക്കി 2ആക്കി മുറിച്ചിട്ട് കൊടുത്താൽ മതിയാകും. ഇത് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇതൊന്ന് നന്നായിട്ട് വഴണ്ട ശേഷം നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് നല്ലതുപോലെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിത് മാറ്റാം. ഇതൊരു പുളിയും മുളകും ഞവടി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒഴിച്ചെറിയിട്ട് ഇന്ന് മോര് കറിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ലഞ്ച് കോംബോ ഇന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കറികളൊക്കെ തന്നെ നല്ല ടേസ്റ്റുള്ള കറികളാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.